ഹായ് ഫ്രണ്ട്സ്, അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കോംബോയിൽ ഒരേ സമയത്ത് സക്കിൻ പെസ്റ്റുകൾക്ക്, തണ്ടുവരപ്പം പുഴുക്കൾക്ക്, അതേപോലെ മൈറ്റ്സിന് കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, വേനൽ നല്ല ശക്തമായിട്ട് നിൽക്കുകയാണ്. ഈ സമയങ്ങളിൽ ഒരുവിധ തോട്ടങ്ങളിലെല്ലാം നല്ല രീതിയിൽ പുതുവള്ളി അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ പുതുവള്ളിയുടെ തുഞ്ചം കുത്തിക്കളയുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേസമയം അതിന് നമുക്ക് നല്ല രീതിയിൽ മരുന്ന് കൊടുത്താൽ നമുക്ക് പുതുവള്ളിയുടെ അറ്റം കുത്താതെ നിർത്താൻ പറ്റുള്ളൂ. അതിന് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടൈറ്റൻ ആഗ്രോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വനേസ ഇസഡ് സി എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. ഈ വനേസ ഇസഡ് സിയിൽ വന്നിരിക്കുന്നത് ക്ലോറൻഡ്രാ നീരിപ്പോൾ 9.3% വന്നിരിക്കുന്നത്. CTPR നമ്മൾ ചുരുക്കി വിളിക്കുന്ന കൊറാജൻ എന്ന് പറയുന്ന മരുന്നിനകത്ത് അതേ കണ്ടൻറ്റ് 9.3% വന്നിരിക്കുന്നത്. ശരിക്കും കൊറാജിനകത്ത് നമുക്ക് 18.8% വരുന്നത്. ഇതിനകത്ത് നമുക്ക് 9.3% വന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ കരാട്ട എന്ന് പറയുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കെമിക്കലാണ് ലാംഡ സൈക്ലോത്രിൻ. അത് 4.6% ഇസഡ് സി ഫോർമുലേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ തണ്ടുവരപ്പം പുഴുക്കൾക്കും അതിൻ്റെ അഡൽറ്റിനെതിരെ പ്രവർത്തിക്കുന്ന രണ്ട് കെമിക്കലിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇസഡ് സി ഫോർമുലേഷൻ ആയതുകൊണ്ട് തന്നെ ചെടിയിൽ നല്ലപോലെ പറ്റി പിടിച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്കിൻ പെസ്റ്റുകൾക്ക് യാതൊരു കൺട്രോളും കിട്ടില്ല. പിന്നെ നമുക്ക് ഈ കൊറാജിൻ്റെ ടെക്നിക്സ്, അതായത് ക്ലോറൻഡ്രാ നീലിപ്പോളിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയാണ്. ഈ ക്ലോറൻഡ്രാ നീലിപ്പോളിൻ്റെ കൂടെ ഏറ്റവും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സക്കിൻ പെസ്റ്റിനുള്ള മരുന്നാണ് തൈമത്താക്സം. അപ്പോൾ നമ്മളായ ഒരു കോമ്പിനേഷൻ്റെ കൂടെ സക്കിൻ പെസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് തൈമത്താക്സമാണ്. UPL എന്ന് പറയുന്ന കമ്പനിയുടെ തൈമത്താക്സമാണ്. 25% WG ഫോമിൽ വരുന്ന തൈമത്താക്സം 100 ഗ്രാമാണ് 200 ലിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വെനാസ ഇസഡ് 3 നമുക്ക് 50 to 60 ml 200 ലിറ്ററിന്, അതേപോലെ തൈമത്താക്സം നമുക്ക് 100 ഗ്രാം 200 ലിറ്ററിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തണ്ടുവരപ്പം പുഴുക്കൾ, അതേപോലെ എല്ലാ തരത്തിലുള്ള സക്കിൻ പെസ്റ്റുകൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ വേനലൊക്കെയാണ് ചെടികൾക്കുള്ളിലോട്ടെല്ലാം കയറി ചെല്ലാനായിട്ട് നമ്മളൊരു സ്പ്രെഡർ, ഇൻഫ്യൂസ് എന്ന് പറഞ്ഞാൽ അഗ്രിസെർച്ചിൻ്റെ നല്ലൊരു സ്പ്രെഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രെഡർ നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്താണുള്ളത്, അതുകൊണ്ട് നമ്മളിത് ചേർത്ത് തന്നെ അടിക്കാമെന്ന് തീരുമാനിച്ചത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈറ്റ്സിനുള്ള കോമ്പിനേഷനാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്വാൾ കമ്പനിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. സ്റ്റാർ മൈറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് വന്നിരിക്കുന്നത്. ബൈഫണാസെറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് വന്നിരിക്കുന്നത്. 22.6% SC ഫോർമുലേഷനാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ഗ്രീൻ ട്രയാങ്കിളും വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടാക്റ്റ് ആക്ഷനാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇത് മൈറ്റ്സിൻ്റെ എല്ലാ ഒരു സ്റ്റേജിലുള്ള ജീവിതചക്രത്തിലെ എല്ലാ സ്റ്റേജുകളിലും ഇതിനെ കൺട്രോൾ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എഗ്ഗ് ആണെങ്കിൽ എഗ്ഗിനെ നശിപ്പിക്കും, അതേപോലെ അതിൻ്റെ അഡൽറ്റിനെ നശിപ്പിക്കും, അതിൻ്റെ പ്യൂപ്പയാണെങ്കിൽ അതിനെ നശിപ്പിക്കും. അങ്ങനെ എല്ലാ രീതിയിലും മൈറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള തണ്ടുവരപ്പം മരുന്നുകളുടെ കൂടെയും കോമ്പാക്റ്റബിളാണ്. അതിന് ഡോസേജ് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന് 50 മില്ലിയാണ് ഡോസേജ്. നമുക്കൊരു 30 മില്ലി കൊടുത്താൽ തന്നെ നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഏതൊരു തണ്ടുവരപ്പം മരുന്നിനോട് കൂട്ടി അടിക്കാം. ഏകദേശം 250 മില്ലിക്ക് 1800 രൂപ നമുക്ക് വില വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്വാളിൻ്റെ സ്റ്റാർ മൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇത് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്കൊക്കെ നല്ലൊരു പച്ചപ്പ്, ഒരു ഷൈനിങ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. നമ്മൾ സ്റ്റാർ മൈറ്റ് കൂട്ടി അടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇല കയറ്റി തന്നെ അടിച്ചു കൊടുക്കണം, എന്നാലും നമുക്ക് നല്ല റിസൾട്ട് ഉള്ളൂ. അപ്പോൾ ഇത്രയും മരുന്നുകൾ അടിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചെടിയിൽ എത്തിപ്പെടാനായിട്ടാണ് നമ്മൾ സ്പ്രെഡർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.